ഇന്ന് ഈത്തപ്പഴച്ചാറാണ് ഇടുന്നത് കേട്ടോ. അത് ഉപ്പേന് ഇടുന്നത്, ഞാനല്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴച്ചാറാണ്. ഇപ്പം അച്ചാറിട്ട പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ കുരു കളഞ്ഞെടുത്തിട്ട് ഇനി അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ. അത് നന്നായി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി കാരണം ഒരു 6-7 തക്കാളി എടുത്തിട്ടുണ്ട്. അത് തക്കാളി നല്ല വെന്ത് ഉടയണം കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലാവണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വറ്റൽമുളക് കുറച്ച് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുരു കളഞ്ഞെടുത്തിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വേവിക്കാൻ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഈത്തപ്പഴമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈത്തപ്പഴച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. മധുരവും പുളിയും ആ എരിവൊക്കെ കൂടി നല്ലൊരു പ്രത്യേക രുചിയാണ് ഈത്തപ്പഴച്ചാറിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.